ഡൽഹി സർവകലാശാല പ്രൊഫസറുടെ കൊലപാതകത്തിൽ ദമ്പതികൾ അറസ്റ്റിൽ. ബംഗാൾ സ്വദേശികളായ ദമ്പതികളാണ് പിടിയിലായത്. കോടികൾ വിലമതിക്കുന്ന സ്വത്ത് തട്ടിയെടുക്കാനായിരുന്നു ബംഗാളിൽ നിന്ന് 1400 കിലോമീറ്റർ സഞ്ചരിച്ച് ഡൽഹിയിലെത്തി ആസൂത്രിത കൊലപാതകം നടത്തിയത്. ഒരു ക്രൈം ത്രില്ലർ സിനിമയെ പോലും വെല്ലുന്ന തരത്തിൽ ആസൂത്രണം ചെയ്ത ക്രൂര കൊലപാതകത്തിന്റെ ചുരുളഴിക്കാൻ ഡൽഹി പോലീസിന് വേണ്ടി വന്നത് വെറും 3 ദിവസം മാത്രം. ജൂൺ 5-ാം തീയതിയാണ് ഡൽഹി സർവകലാശാല പ്രൊഫസറായ ദേവോസ്മിത പോളിനെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദേവോസ്മിതയെ ബന്ധപ്പെടാൻ സാധിക്കാത്തതിനെ തുടർന്ന് സഹോദരി ദേവാരതി ഫ്ളാറ്റിലെത്തിയപ്പോഴാണ് കൊലപാതക വിവരം പുറംലോകമറിയുന്നത്. ഫ്ളാറ്റിന്റെ മുൻവാതിൽ പൂട്ടിയ നിലയിലായിരുന്നതിനാലും ഫ്ളാറ്റിലെ പണമോ ആഭരണങ്ങളോ നഷ്ടപ്പെടാതിരുന്നതിനാലും കവർച്ചാശ്രമമായിരുന്നില്ലെന്ന് പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ ഉറപ്പിച്ചിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ദേവോസ്മിതയുടെ പശ്ചിമബംഗാളിലെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന ദമ്പതികളിലേക്ക് അന്വേഷണം നീളുന്നത്. ഭർത്താവുമായി വേർപിരിഞ്ഞു കഴിയുകയായിരുന്ന ദേവോസ്മിത ഫ്ളാറ്റിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. ബുധനാഴ്ച ഇവരെ കാണാനെന്ന വ്യാജേന ഫ്ളാറ്റിലെത്തിയാണ് പ്രതികൾ ക്രൂര കൊലപാതകം നടത്തിയത്. അന്വേഷണം വഴിതിരിച്ചുവിടാൻ പ്രതികൾ കൃത്യമായ മുൻകരുതലുകൾ എടുത്തിരുന്നു. CCTVയിൽ മുഖം പതിയാതിരിക്കാൻ മാസ്ക് ധരിച്ചു. ലിഫ്റ്റിനു പകരം പടികൾ കയറി അപ്പാർട്ട്മെന്റിന്റെ 6-ാം നിലയിലെത്തി. സുരക്ഷാ ജീവനക്കാർക്കോ അയൽക്കാർക്കോ സംശയം തോന്നാതിരിക്കാൻ ദമ്പതികൾ തങ്ങളുടെ ചെറിയ കുഞ്ഞിനെയും ഒപ്പം കൂട്ടിയിരുന്നു. ഫ്ളാറ്റിലെത്തിയ ഇവരെ ദേവോസ്മിത അകത്തേക്ക് സ്വീകരിച്ചു. തുടർന്ന് അകത്തുകയറിയ പ്രതികൾ കയ്യിൽ കരുതിയിരുന്ന ആയുധം ഉപയോഗിച്ച് ദേവോസ്മിതയെ തലക്കടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. മരണം ഉറപ്പാക്കാൻ കൈത്തണ്ടയിലെ ഞരമ്പുകളും മുറിച്ചു. കൃത്യം നടത്തി 30 മിനിറ്റിനകം വസ്ത്രം മാറി പുറത്തിറങ്ങിയ പ്രതികൾ താഴെ നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ക്യാബിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. പോകും മുൻപ് ഫ്ളാറ്റ് പുറത്തുനിന്ന് പൂട്ടുകയും ചെയ്തു. അന്വേഷണത്തിൽ കൃത്യം നടന്ന ദിവസങ്ങളിൽ ഫ്ളാറ്റിലെത്തിയ 200ഓളം ആളുകളുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു. അതിൽ സംശയാസ്പദമായി തോന്നിയ 13 പേരിലേക്ക് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. പ്രതികൾ സഞ്ചരിച്ച ടാക്സിയുടെ ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്ത് യാത്രാവിവരങ്ങൾ പരിശോധിച്ചതാണ് കേസിൽ നിർണായകമായത്. ദേവോസ്മിതയുടെ പശ്ചിമബംഗാളിലെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു പ്രതികൾ. കോടികളുടെ വിലമതിക്കുന്ന സ്വത്തിന് അവകാശിയാണ് ദേവോസ്മിതയെന്ന് തിരിച്ചറിഞ്ഞ പ്രതികൾ സ്വത്തുക്കൾ കൈക്കലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ദമ്പതികളുടെ സമീപനത്തിൽ സംശയം തോന്നിയ ദേവോസ്മിത വീടൊഴിയാൻ ഇവരോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്നുള്ള ശത്രുതയിലാണ് പ്രതികൾ ഡൽഹിയിലെത്തിയ അധ്യാപികയെ വകവരുത്താൻ പദ്ധതിയിട്ടത്. പ്രതികളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.